എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ അല്ലെ വാർഷിക പരീക്ഷ വരികയാണ്. 13-ാം തീയതിയാണ് ആ ദിവസം. എല്ലാവരും പരീക്ഷയ്ക്ക് റെഡിയായി നിൽക്കുന്ന കുട്ടികളായിരിക്കും. കാരണം നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച പാഠങ്ങൾ കൂടി ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കുണ്ട് അല്ലേ. അതുകൊണ്ട് എല്ലാവരും മുന്നൊരുക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ എക്സാം വിന്നർ നിങ്ങൾക്ക് നൽകുന്ന ആ ക്ലാസിന്റെ അല്ലെങ്കിൽ ആ മാരത്തോൺ ക്ലാസിന്റെ തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ തുടിതാളം എന്നൊരു യൂണിറ്റ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ഓർക്കുന്നുണ്ടോ? കേരള പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് ആണ്. ആ യൂണിറ്റില് എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെ. അതിന്റെ തുടക്കത്തിൽ തന്നെ തുടിതാളം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടി ഒരു പ്രാക്തന ജനത എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതന ജനതയുടെ സംഗീത ഉപകരണങ്ങളിൽ ഒന്നാണ് തുടി. ഈ തുടി കൊട്ടുന്ന ഈ തുടിയുടെ മറ്റൊരു എടക്ക നിങ്ങൾ അമ്പലത്തിലൊക്കെ കണ്ടു കാണും അല്ലെ. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുരാതന ജനതയുടെ സംഗീത ഉപകരണമാണ് എന്താ? തുടി. ആ തുടിയുടെ താളം തേടിയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അതില് വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു കവിതയുടെ ചെറിയ ഭാഗം കുഞ്ഞുങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? എന്താണ് നോക്കൂ. ആ കവിതയുടെ താളം ഏതാണെന്നറിയോ? മക്കൾ പഠിച്ചതാണ്. 8-ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന താളമാണ്. ആ താളത്തിന് പേരുണ്ട്. എന്താണ് ആ പേര്? മഞ്ചരി വൃത്തം എന്നാണ്. മഞ്ചരി വൃത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യ വരിയിൽ 12 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 10 അക്ഷരങ്ങളും ഒത്തുചേർന്നാൽ അതിനെ മഞ്ചരി വൃത്തം. എങ്ങനെ ചൊല്ലുക? നിങ്ങളൊക്കെ പണ്ട് മുതലേ ചൊല്ലി വന്നൊരു ചൊല്ലുണ്ട്. ഓർക്കുന്നുണ്ടോ? ഒരു താളമുണ്ട്. നമ്മുടെ മാതാവു കൈരളി പണ്ടോരു പൊന്മാണി പൈതലായി വണക്കാലം. ഇങ്ങനെ ഒരു താളമുണ്ട്. നമ്മുടെ മാതാവു കൈരളി പണ്ടോരു പൊന്മാണി പൈതലായി വാണകാലം. ഇങ്ങനെയും ചൊല്ലാം. അതാണ് മഞ്ചരി വൃത്തം. പക്ഷേ ഈ കവിത മുന്നോട്ട് വെക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കവിതയുടെ തുടക്കമാണ്. ആ കവിതയുടെ തുടക്കം വരുന്നത് എങ്ങനെയാ? നാടൻ പാട്ടുകളിൽ നിന്നാണ് അല്ലെ. നാടൻ പാട്ടിൽ നിന്നാണ് കവിതകൾ ഉണ്ടാവുന്നത്. നമ്മുടെ കാവ്യ സംസ്കാരത്തിന്റെ ആദ്യം എന്തിൽ നിന്നാണ്? നാടൻ പാട്ടിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്കിതും ഒരു നാടൻ പാട്ടിന്റെ രൂപത്തിൽ ചൊല്ലിയാലോ? നോക്കൂ. നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം, യാതൊരു ചിന്തയുമില്ലാതെ കേവലം ചേതസി തോന്നിയ മാതിരിയിൽ ഏടലർ ചെങ്കാൽ ചിലങ്ക കിലുങ്ങുമാറോടി കളിച്ചു രസിച്ച കാലം, പെറ്റമ്മ തന്നുടെ വെൺമുലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂ കണ്ടെത്താൻ പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ജഗിട്ടിനെന്നും. പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ജഗിട്ടിനെന്നും. ഇങ്ങനെയും ചൊല്ലാം. അപ്പൊ നമുക്ക് നമ്മുടെ കവിതയുടെ ഉത്ഭവമാണ് എന്താ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നമ്മുടെ മാതാവായ കൈരളി മാതൃഭാഷയാണ്, മലയാളമാണ്. കൈരളി എന്ന് പറഞ്ഞാൽ മലയാളമാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളം പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം, ചെറിയ കുട്ടിയായിരുന്ന കാലം. എന്താണ്? ഭാഷയുടെ തുടക്കം അല്ലേ. ഭാഷയുടെ തുടക്കകാലത്ത് യാതൊരു ചിന്തയും ഇല്ലാതെ കേവലം ചേതസി തോന്നിയ മാതിരിയിൽ, ചേതസി മനസ്സിലാണ്, കേവലം മനസ്സിൽ തോന്നിയതുപോലെ പാടിയ പാട്ട് അല്ലെ. ചെറിയ കുട്ടികളൊക്കെ പാടുന്ന പാട്ടാ. നമുക്കറിയാം. എന്തെങ്കിലും അക്ഷരസ്ഫുടതയും അല്ലെങ്കിൽ കാവ്യ ഭംഗിയൊക്കെ ഉണ്ടാവുമോ അവർ ചൊല്ലുന്നതാ? നിങ്ങളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ചൊല്ലിയതിന് ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് തോന്നുന്ന രൂപത്തിൽ അവർ പാടുക അല്ലെ. അങ്ങനെ പാടിയിരുന്ന പാട്ടുകളാണ് ഏതാ? നമ്മുടെ കവിതകൾ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ്, നാടൻ പാട്ടിൽ നിന്നാണ് കവിത ഉണ്ടായത്. ഏടലർ ചെങ്കാൽ ചിലങ്ക, താമരപ്പൂ പോലെ മനോഹരമായ പാദങ്ങളിൽ കാലിലണിഞ്ഞ ചിലങ്ക, അത് കിലുക്കിക്കൊണ്ട് ഓടിക്കളിച്ചു രസിച്ച കാലം. അമ്മയുടെ അമ്മയുടെ മാറു ചുരുത്തിയ അമൃത അല്ലെ, മെൺമുലപ്പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂ കണ്ടെത്താൽ. കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ നിന്നും മുലപ്പാൽ വറ്റിയിട്ടില്ലാത്ത ആ കാലം ഏതാണ്? കുഞ്ഞായിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് പാടിയ പാട്ടുകളാണ് ഇന്നും നമുക്ക് എന്താണ്? പാൽക്കുഴമ്പാണ് ചെവിട്ടുന്നല്ലേ. നാടൻ പാട്ടുകൾ ഏത് കേട്ടാലും നിങ്ങൾ ചെവി ഓർത്തിരിക്കില്ല ഇപ്പോഴും.
അതുകൊണ്ടാണ് നമുക്കൊക്കെ നാടൻ പാട്ടുകൾ ഇന്ന് സർവ്വസാധാരണമായി ഏറ്റവും അവസാനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊരു നാടൻ പാട്ടിൻ്റെ വരി ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. എങ്കിലും ഏതാണെന്നറിയോ? കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഇല്ലേ? ഇപ്പോൾ കേൾക്കുമ്പോഴും നമ്മുടെ ചെവിക്ക് എന്താണ്? രസം പിടിക്കുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ കവിതയുടെ ആശയം. നമ്മുടെ കാവ്യഭാഷ ഉത്ഭവിച്ചത് നാടൻ പാട്ടിൽ നിന്നാണ്. അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അതിലേക്കല്ല, അതിനെ അതേ താളത്തിലുള്ള ഒരു കവിതയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതേ താളത്തിലുള്ള മഞ്ചരി വൃത്തത്തിലുള്ള ഒരു കവിത. അതിന്റെ പേര് അമ്പാടിയിലേക്ക് എന്നാണ്. എന്താണ്? അമ്പാടിയിലേക്ക്. അല്ലെ? ഇത് എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ് മക്കൾക്കറിയോ? കൃഷ്ണഗാഥയിൽ നിന്നാണ്. ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. കൃഷ്ണഗാഥയിൽ നിന്നാണ്. കൃഷ്ണഗാഥയുടെ പ്രത്യേകത എന്താണ്? ഒരേ വൃത്തത്തിൽ എഴുതിയ 1,25,000 ശ്ലോകങ്ങളുള്ള ഒരു കാവ്യമാണ്. 1,25,000 ശ്ലോകം. ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വരിയാണ്. അതുപോലെയുള്ള 1,25,000-ഓളം വരുന്ന ശ്ലോകങ്ങൾ ഒരേ താളത്തിലാണ് എഴുതിപ്പോയിരിക്കുന്നത്. ആ താളത്തിന്റെ പേരാണ് മഞ്ചരി വൃത്തം. അതിലൊരു ഭാഗം ഏതാണെന്നറിയോ? ഭാഗം കൃഷ്ണനെ, കംസന്റെ ചാപപൂജയ്ക്ക് വേണ്ടി കൃഷ്ണനെ ക്ഷണിക്കാനായി അക്രൂരൻ എന്ന് പറയുന്ന ഒരു അമ്പാടി നിവാസി പോവുകയാണ്. കൃഷ്ണനെ കാണാൻ പോവാ. അങ്ങനെ പോകുമ്പോൾ കൃഷ്ണനെ പോലെ എന്തായാലും ഭഗവാൻ കൃഷ്ണനെയൊക്കെ കാണാൻ ഒരാൾ പോകുമ്പോൾ എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ? എന്തായിരിക്കും? നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനെ, അല്ലെങ്കിൽ ഒരു താരത്തെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തെ, അല്ലെങ്കിൽ ഫുട്ബോൾ താരത്തെ കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നു. അങ്ങനെയെങ്കിൽ തലേ ദിവസം നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും? ഇന്നത്തെ കാലത്ത് നിങ്ങൾ എന്തൊക്കെയാ ചിന്തിക്കുക? അദ്ദേഹം എന്നെ നോക്കുമോ? ചിന്തിക്കില്ലേ? അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ? അല്ലേ? നമ്മൾ ചിന്തിക്കുക ആദ്യത്തെ കാലമാണ് സെൽഫി എടുക്കാൻ പറ്റുമോ? അന്ന് സെൽഫി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിൽ സെൽഫിയെ കുറിച്ച് പറയാത്തത്. അല്ലെ? സെൽഫി എടുക്കാൻ പറ്റുമോ? അദ്ദേഹവുമായിട്ട് ഒരു എന്താ പറയാ, ഒരു ടീ അല്ലെങ്കിൽ ചായ സൽക്കാരത്തെ അദ്ദേഹത്തിന് കൂടി ഇരിക്കാം. അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവില്ലേ? അതുപോലെ കൃഷ്ണനെ കാണാൻ പോകുന്ന കൃഷ്ണഭക്തനായ അക്രൂരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്തകളാണ് ഈ കവിതയിലുടനീളം. അമ്പാടിയിലേക്ക് പോകുന്ന അക്രൂരന്റെ ചിന്തകളാണ്. എന്തിനു വേണ്ടിയാണ്? കംസന്റെ ചാപപൂജയ്ക്ക് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പോവാ. അതിനുവേണ്ടി കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. അപ്പോൾ ഉണ്ടാകുന്ന അക്രൂരന്റെ മാനസിക അവസ്ഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ കൃഷ്ണഗാഥ എന്താണെന്ന് മനസ്സിലായി. ചെറുശ്ശേരി നമ്പൂതിരി 15-ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലായി. 15-ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരി എഴുതിയ കാവ്യമാണ്. ഇതിന്റെ താളം മഞ്ചരി വൃത്തമാണ്. അല്ലെ? നോക്കൂ. മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമാകുന്ന ആകിയ മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിനായി ചെമ്മേ അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളു രക്രൂരനാകിയ യാദവൻ താൻ ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കരേറീന ദിക്കിനെ നോക്കി നടന്നപ്പോൾ. നോക്കൂ നിങ്ങള്, ഇതാണ് താളം. കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. ഭാഗവതം 10-ാം അധ്യായത്തിലെ കഥയാണ് അദ്ദേഹം കൃഷ്ണഗാഥയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയെ മുൻനിർത്തി ഉള്ള ഭാഗവതത്തിലെ ദശമസ്കന്ധം, സ്കന്ധം എന്ന് പറഞ്ഞ അധ്യായമാണ്. ദശമസ്കന്ധം 10-ാം അധ്യായം. ആ 10-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നതെന്ന് കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ്? മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമാകുന്ന മന്ദിരത്തിൽ. മായം കളഞ്ഞ, യാതൊരു മായവുമില്ലാത്ത സന്യാസിമാരുടെ മനസ്സിൽ കളങ്കമുണ്ടാകുമോ? ഇന്നത്തെ സന്യാസിമാരല്ലേ അന്നത്തെ സന്യാസിമാർ. മായം കളഞ്ഞുള്ള സന്യാസിമാരുടെ മനസ്സാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നവൻ, എല്ലാ മാമുനിമാരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ നന്ദകുമാരൻ, നന്ദഗോപരുടെ മകൻ ആരാ? കൃഷ്ണൻ. ആ കൃഷ്ണനെ ചെന്നങ്ങു കാണുന്നതിനായി ചെമ്മേ, നന്നായി കാണുന്നതിനായി
അക്രൂരമായൊരു മാനസം പൂണ്ടുള്ള ഒരു അക്രൂരനാകിയ യാദവൻ. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വരിയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് അല്ലേ. അക്രൂരമായ മാനസം എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂരമല്ലാത്ത മനസ്സ്. അക്രൂരനാകിയ യാദവൻ, രണ്ടാമത്തെ അക്രൂരൻ എന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പം ക്രൂരമല്ലാത്ത മനസ്സോട് കൂടിയവനും അക്രൂരൻ എന്ന പേരോട് കൂടിയവനുമായ യാദവൻ എന്ത് ചെയ്തു? ചൊൽക്കൊണ്ടു നിന്നൊരു തേരിൽ കയറുന്ന, ചൊൽക്കൊണ്ടു നിന്ന തേര്, തയ്യാറാക്കി വെച്ച തേര്, തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേരിൽ കരേറുന്ന സമയത്ത് ആ എന്താ പറയാ, തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേരിലേക്ക് പതുക്കെ നടന്നു നീങ്ങുകയാണ്. ആരാ? കൃഷ്ണൻ, സോറി അക്രൂരൻ. അക്രൂരൻ നടന്നു പോവുകയാണ്. അങ്ങനെ അപ്പോൾ എന്താണ് കഥയുടെ തുടക്കം? യാതൊരുവിധ മായവുമില്ലാത്ത മഹാമുനിമാരുടെ ഹൃദയത്തിൽ വസിക്കുന്ന കൃഷ്ണനെ കാണുവാൻ അക്രൂരൻ എന്ന പേരോട് കൂടിയവനും ക്രൂരമല്ലാത്ത മനസ്സോട് കൂടിയവനുമായ യാദവൻ തയ്യാറാക്കി നിർത്തിയ തേരിൽ കരേറാൻ പോവുകയാണ്. പോകുന്ന നേരത്തു തന്നീലെ നന്നീനാൻ ഗോവിന്ദ പാദങ്ങളുള്ളിലാക്കി. പോകുന്ന നേരത്ത് നണ്ണുക. മക്കൾ ശ്രദ്ധിച്ചു നോക്കിയ നണ്ണുക, നന്നിനാൻ എന്താണ്? നന്നിനാൻ എന്ന് പറഞ്ഞ എന്താണ്? വിശ്വസിക്കുക. നണ്ണുക വിശ്വസിക്കുക. നന്നിനാൻ വിശ്വസിച്ചാൻ, തന്നിലെ വിശ്വസിച്ചു. എന്താണ്? ഗോവിന്ദ പാദങ്ങൾ ഉള്ളിലാക്കി. ഗോവിന്ദന്റെ പാദം എന്താണ്? കാല് ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സാ സ്മരിക്കുക, മനസ്സിൽ ഓർക്കുക. കൃഷ്ണന്റെ ആ പാദങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ തേരിലേക്ക് കയറി. ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ, തലേ ദിവസം നിങ്ങൾക്കുണ്ടാവുന്ന ക്യൂരിയോസിറ്റി എന്തൊക്കെയാണ്, ആകാംക്ഷ എന്തൊക്കെയായിരിക്കും ഒരാളെ കാണാൻ പോകുമ്പോൾ? അതേ അവസ്ഥ തന്നെ ഇവിടെ അക്രൂരനുമുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് മുഴുവൻ അക്രൂരന്റെ ചിന്തകളാണ്. എന്തൊക്കെയാ നോക്കോ. കണ്ണനെ കൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതു നിർണയം ഞാൻ. ആയർക്കോൻ തന്നൂടെ കാന്തിയായുള്ളൊരു പീയൂഷവാരിതൻ പൂരം തന്നെ. കണ്ണനെ കാൺമതിനാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ പുണ്യവാനാണ്. കൃഷ്ണനെ കാണുവാനാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഏറ്റവും പുണ്യവാനാണ്. പിന്നെയോ ആയർക്കോൻ. ആയർക്കോൻ എന്ന് പറഞ്ഞ എന്താ? ആയർക്കോൻ യാദവരുടെ രാജാവ്. എന്താണ്? യാദവരുടെ രാജാവ്. ആ യാദവരുടെ രാജാവിനെ കാണാൻ ഞാൻ പുറപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ പുണ്യവാനാണ്. ഞാൻ പുണ്യവാനാണ്. പിന്നെയോ നിർണയം. ഞാൻ നിർണയം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചയം. നിശ്ചയമായും ഞാൻ പുണ്യവാനാ. കാരണം കൃഷ്ണനെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമാണ്, അതുകൊണ്ട് ഞാൻ പുണ്യവാനാണ്. നിർണയം, നിശ്ചയം. ആയർക്കോൻ തന്നൂടെ കാന്തിയായുള്ളൊരു പീയൂഷവാരിതൻ പൂരം തന്നെ. ആയർക്കോൻ യാദവരുടെ രാജാവായ കൃഷ്ണന്റെ സൗന്ദര്യമാകുന്ന പീയൂഷവാരി. പീയൂഷവാരി ഏതാണ് പീയൂഷവാരി? പാൽക്കടലാണ്, അമൃതുള്ള കടലാണ്. അമൃതുള്ള കടൽ ഏതാ? നിങ്ങൾ പഴയ പാട്ടൊക്കെ കേട്ടില്ലേ? പാലാഴി കടഞ്ഞെടുത്തോരഴകാണു നീ, അല്ലേ? പാലാഴിയാണ്. ആ പാലാഴിയാണ് പീയൂഷവാരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ പീയൂഷവാരിതൻ പൂരമാണ്. കൃഷ്ണന്റെ സൗന്ദര്യമാകുന്നത് പീയൂഷവാരിയുടെ പൂരമാണ്, കൂട്ടമാണ്. സമുദ്രം പോലെയാണ് കൃഷ്ണന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. പാലാഴിയാകുന്ന സമുദ്രം പോലെയാണ് കൃഷ്ണന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കോരി നിറച്ചുകൊണ്ട് എന്നുടെ കണ്ണിന പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ. നിൽപ്പനോ ഞാൻ എന്താ? നിൽക്കുമോ? കൃഷ്ണന്റെ സൗന്ദര്യം എൻ്റെ കണ്ണിൽ നിറച്ചുകൊണ്ട് ഞാൻ ആ കോരി നിറച്ച് എൻ്റെ കണ്ണ് കുളിർപ്പിക്കുമോ? എന്താ അതിൻ്റെ ഉദ്ദേശം? കൺ കുളിർക്കെ തനിക്ക് കൃഷ്ണനെ കാണുവാൻ സാധിക്കുമോ? അതല്ലേ ചോദ്യം, അതല്ലേ? കൺ കുളിർക്കെ തനിക്ക് കൃഷ്ണനെ കാണുവാൻ സാധിക്കുമോ? പിന്നെയോ കാർവർണ്ണൻ തന്നൂടെ കൺമൂനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്നാനന്ദ
മോടിക്കളിക്കുമോതാൻ. നോക്കൂ നിങ്ങളാ, ഇവിടെ കാർവർണ്ണൻ തന്നുടെ കൺമുന, കൃഷ്ണന്റെ കണ്ണിന്റെ മുനയാകുന്ന കാർവണ്ട, മുനയാകുന്ന കൺമുനയാകുന്ന കാർവണ്ട. എന്നാ കൺമുനയും കാർവണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ അക്രൂരൻ പറയുന്നതാ കൃഷ്ണന്റെ കൺമുന എന്ന് പറയുന്നത് കാർവണ്ട് തന്നെയാണ്, കാർവണ്ട് തന്നെയാണ്. ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്ന്, ഞാൻ പൂ തന്നെയാണ്. കാർവണ്ടും പൂവും തമ്മിലുള്ള എന്താണ് കോൺട്രഡിക്ഷൻ, ഒരു താരതമ്യം അല്ലേ? പൂവിൽ നിന്നും തേൻ കുടിക്കാൻ കാർവണ്ട് വരില്ലേ, അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണന്റെ കൺമുനയാകുന്ന കാർവണ്ട് ദീനനായ ഞാനായ പൂവിൽ നിന്നും തേൻ കുടിക്കുമോ? കൃഷ്ണൻ തന്നെ നോക്കുമോ? കൃഷ്ണൻ തന്നെ നോക്കുമോ? കണ്ണന്റെ തൂമൊഴിയായൊരു കെത്തൻ കൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചെമ്മേ, പൂമാതു പൂണുന്ന പൂമേനി കണ്ടു കണ്ട് ആമോദം പൂണ്ടങ്ങു നിൽപ്പാനോ ഞാൻ. കണ്ണന്റെ തൂമൊഴി ആകുന്ന തേൻ കൊണ്ട് എൻ്റെ കർണം നിറയ്ക്കുമോ? കൃഷ്ണൻ എന്നോട് സംസാരിക്കുമോ? കൃഷ്ണന്റെ സൗന്ദര്യം ഞാൻ നുകരുമോ? കൃഷ്ണന്റെ സൗന്ദര്യം ഞാൻ കൺകുളിർക്കെ കാണുമോ? കൃഷ്ണൻ എന്നോട് എന്താക്കുമോ? എന്നെ നോക്കുമോ? കൃഷ്ണൻ എന്നോട് സംസാരിക്കുമോ? ഇതൊക്കെയാണ് ചോദ്യം. ഇവിടെ നമുക്കൊരു വ്യാകരണം പഠിക്കാനുണ്ട്. എന്താണ്? പറയേണ്ട കാര്യവും പറയേണ്ടാത്ത കാര്യവും തമ്മിൽ ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അലങ്കാരമുണ്ട് ഇവിടെ, ചമൽക്കാരമുണ്ട് ഇവിടെ. എന്താണ് ഇവിടെ പറയേണ്ടത്? എന്താണ്? കൃഷ്ണന്റെ കണ്ണിന് നോക്കൂ, കാർവർണ്ണൻ തന്നുടെ കൺമുന കൊണ്ട് എന്നെ നോക്കുമോ എന്നല്ലേ പറയേണ്ടത്. ഇവിടെ കൺമുന പറയേണ്ട കാര്യമാണ്, പറയേണ്ടാത്തൊരു കാര്യമുണ്ട് കാർവണ്ട് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ രണ്ടും ഒന്നാണെന്നല്ലേ പറയുന്നത്, കൺമുനയായ കാർവണ്ട് എന്നല്ലേ പറയണേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു അലങ്കാരം പഠിക്കാനുണ്ട്, നമുക്ക് ആ ഡീറ്റെയിൽ ആയി പഠിക്കും. അതിന്റെ പേരാണ് രൂപകം. ആ അലങ്കാരത്തിന്റെ പേരെന്താണ്? രൂപകം എന്നാണ്. അപ്പോൾ അതൊക്കെ ഓർക്കാം. രൂപക അലങ്കാരം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പറയേണ്ട കാര്യവും പറയേണ്ടാത്ത കാര്യവും തമ്മിൽ തുല്യമാണ്, ഒന്നാണ് എന്ന് പറയുന്ന അലങ്കാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രൂപക അലങ്കാരം എന്ന് പറയുന്നത്. പൂമാത് പൂണുന്ന, പൂമാത് ലക്ഷ്മി ദേവിയാണ് കേട്ടോ. പൂമാത ലക്ഷ്മി ദേവിയാ. ലക്ഷ്മി ദേവി പുണരുന്ന ആ പൂമേനി കണ്ടുകൊണ്ട് എനിക്ക് സന്തോഷം പൂണ്ടു നിൽക്കാൻ കഴിയുമോ? മനസ്സിലായോ? ഇത് നോക്കൂ, പുഞ്ചിരിയായൊരു തൂനീലാവേറ്റുയൻ നെഞ്ചിത്തമായുള്ളൊരാമ്പൽ ചെമ്മേ, ഉല്ലസിച്ചാനന്ദമായൊരു തേനും പൂണ്ടല്ലേ പോക്കുമാറുണ്ടോ വന്നു. അപ്പൊ എന്താണ്? കൃഷ്ണന്റെ പുഞ്ചിരിയാകുന്ന നിലാവേറ്റ എന്റെ ഹൃദയമാകുന്ന ആമ്പൽ വിരിയുമോ? അതാണ് ആര് ചോദിക്കുന്നത്? അക്രൂരൻ ചോദിക്കുന്നത്. കൃഷ്ണന്റെ എന്താണ്? കൃഷ്ണന്റെ പുഞ്ചിരിയാകുന്ന നിലാവേറ്റ് എന്റെ ഹൃദയമാകുന്ന ആമ്പൽ വിരിയുമോ? എന്താണ് നിലാവും ആമ്പലും തമ്മിലുള്ള ബന്ധം? ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ആമ്പൽ വിരിയുന്നത്. ചന്ദ്രൻ ഉദിച്ചാലാണ് നിലാവ് ഉണ്ടാവുക. അപ്പൊ ചന്ദ്രൻ, നിലാവ്, ആമ്പൽ മൂന്നിനും തമ്മിൽ എന്തുണ്ട്? അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ പുഞ്ചിരിയാകുന്ന നിലാവേറ്റ് തന്റെ ഹൃദയമാകുന്ന ആമ്പൽ വിടരുമോ? അല്ലലെ പോക്കുമാറുണ്ടോ വന്നു. എന്റെ ദുഃഖം അതൊക്കെ അങ്ങനെ എന്റെ ഹൃദയമാകുന്ന ആമ്പൽ വിരിഞ്ഞ് എന്റെ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാക്കുമോ? ദുഃഖം അകന്നു പോകുമോ? നോക്കൂ, വെണ്ണ പീരണ്ടിട്ടു തിണ്ണം കുളിർത്തുള്ളോരുണ്ണിക്കൈയൊന്നു മുകർന്നുതാവു കണ്ടോരു നേരത്തു കാർമുകിൽ വർണ്ണനെ മണ്ടിയണഞ്ഞൊന്നു പൂണ്ടുതാവു ചേവടി രണ്ടുമെടുത്തുടൻ മെല്ലവെ ചെവ്വോട് മൗലിയിൽ ചേർത്തുതാവു. നോക്കു മക്കള്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ഉണ്ടോ ഇതില്? അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത പദങ്ങളുണ്ടോ ഇതില്? ഉണ്ടോ? ഉണ്ട്. ഒത്തിരി പദങ്ങള് ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഒത്തിരി പദങ്ങളുണ്ട്, ഒത്തിരി വാക്കുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? 15-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച പദങ്ങളാണ് അതൊക്കെ.
അതുകൊണ്ടാണ് ഇന്ന് അത്തരം പദങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ചെറുശ്ശേരിയുടെ കവിതയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സംസാര ഭാഷ, അതിലെ പല അംശങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാൻ. നോക്കൂ നിങ്ങൾ, വെണ്ണ പിരണ്ട്, എന്താ പിരണ്ട്, പുരണ്ട് അല്ലെ, വെണ്ണയൊക്കെ പുരണ്ട് തിണ്ണം കുളിർത്ത നന്നായി തണുത്ത ഉണ്ണിക്കൈ ഒന്ന് മുകർന്നു താവൂ. ഞാൻ ആ കൈ ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലെ. കൃഷ്ണൻ വെണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൃഷ്ണന്റെ മോഷണങ്ങൾ മിക്കവാറും നടന്നിരിക്കുന്നത് അല്ലേ. കൃഷ്ണൻ ഒരു പഗാഡി ചിത്രമുണ്ട്, കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നതിൻ്റെ ഒരു മനോഹര ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങള് പല ആംഗിളായി നിന്നുകൊണ്ട് നമ്മൾ ഈ ഉറിയടിക്കാനൊക്കെ ആളുടെ മുകളിൽ കയറി നിന്ന് ഉറിയടിക്കുന്നത് പോലെ അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മുകളിൽ കയറി നിന്ന കൃഷ്ണൻ വെണ്ണ എടുക്കുന്നതും ആദ്യം ഒരു പിടി വാരി താഴെയുള്ളവന് കൊടുക്കുന്നതും താഴെയുള്ളവൻ അതൊരു വാനരന്, കുരങ്ങന് കൊടുക്കുന്നതുമായ ഒരു പഹാഡി ചിത്രമാണത്. ആ ചിത്രം അതിമനോഹരമാണ്, കാരണം ലോക പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ്. അപ്പൊ അതാണ് വെണ്ണ പുരണ്ട, എപ്പോഴും വെണ്ണ പുരണ്ട കൈയാണ് കൃഷ്ണൻ്റെത്. വെണ്ണയ്ക്ക് തണുപ്പാണ്. ആ വെണ്ണ പുരണ്ട് നന്നായി തണുത്ത കൈ ഞാൻ ചേർത്ത് പിടിക്കും. കണ്ടൊരു നേരത്ത് കാർമുകിൽ വർണ്ണനെ മണ്ടി അണഞ്ഞ്. കണ്ടോ, ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മണ്ടുക. എന്താ മണ്ടുക? ഓടുക എന്ന് നമ്മൾ പറയുന്ന വാക്കതല്ലേ മണ്ടുക അല്ലേ. നമ്മൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൻപുറത്ത്. പക്ഷെ സാഹിത്യത്തിൽ പറയാനുണ്ട്, OV വിജയന്റെ കടൽ തീരത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും നോവലിലൊക്കെ അവൻ മണ്ടുകയാണ് എന്ന് പറയാറുണ്ടോ? അവൻ ഓടുകയാണെന്ന് എഴുതുക, പക്ഷെ പറയുമ്പോൾ മണ്ടും. അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് സംസാര ഭാഷയിലാണ്. അപ്പോൾ ചെറുശ്ശേരി കവിതയിൽ സംസാര ഭാഷയിലുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. മക്കളതൊന്നും ബ്രെയിനിലോ ചേർത്ത് വെച്ചാൽ മതി, ഭാഷാ പ്രയോഗം ചോദിച്ചാൽ അല്ലേ. പിന്നെയോ കാമുക മണ്ടി അണഞ്ഞൊന്ന് പൂണ്ടുതാവൂ പുണരുക, കെട്ടിപ്പിടിച്ചാലും. പിന്നെയോ ചെവടി രണ്ടും എടുത്തുടൻ മെല്ലെ ചൊവ്വട്. കേട്ടോ, ചൊവ്വട് നന്നായിട്ട് അല്ലേ. നമ്മള് ചൊവ്വട്, ചൊറുക്ക്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് നാട്ടിൻപുറങ്ങളിലാണ്. ചൊവ്വട് നന്നായിട്ട് ആ കാല് രണ്ടും നന്നായിട്ട് എൻ്റെ മൗലിയിൽ ചേർത്ത് വെക്കാൻ കഴിയുമോ? മൗലിയിൽ ചേർത്ത് വെക്കുക, തലയിൽ ചേർത്ത് വെക്കുക അല്ലെ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി കേട്ടില്ലേ നിങ്ങളാ? മൗലിയിൽ ആ ശിരസിൽ ആ കാല് രണ്ടും വെക്കാൻ സാധിക്കും. എന്താ അങ്ങനെ ഉദ്ദേശിച്ചതാ? കൃഷ്ണന്റെ കാലെടുത്തിട്ട് അക്രൂരിന്റെ തലയിൽ വെക്കാൻ പറ്റുമോ? പറ്റിക്കഴിഞ്ഞാൽ തന്നെ കൃഷ്ണൻ നേരെ നിൽക്കുമോ? മക്കൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തായിരിക്കും ഉദ്ദേശിച്ചതാ? കൃഷ്ണന്റെ കാൽക്കൽ വീണ് തൻ്റെ തല കൃഷ്ണന്റെ പാദങ്ങളിൽ വെക്കാൻ സാധിക്കുമോ? അതാണ് ആ ഭക്തിയുടെ ഏറ്റവും തീവ്രമായ ഭാവമാണ്. മനസ്സിലായോ? അപ്പോൾ കൃഷ്ണന്റെ പാദങ്ങളിൽ തന്റെ കാൽ വെക്കാൻ തനിക്ക് സാധിക്കുമോ? ഇങ്ങനെ തന്നിലെ ചിന്തിച്ചു പൊങ്ങിന കൗതുകം പൂണ്ട് സായമായുള്ളൊരു കാലം വരുന്നപ്പോൾ ആയർകുലം തന്നിൽ ചെന്നു പുക്കാൻ. എന്താണ്? അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വൈകുന്നേരമായപ്പോൾ അക്രൂരൻ എവിടെ എത്തി? അമ്പാടിയിലെത്തി. അമ്പാടിയിൽ വൈകുന്നേരം ആയപ്പോഴാണ്. സായമായുള്ള കാലം വൈകുന്നേരമാണ്. സായമായുള്ള ഒരു കാലം വരുന്നേരം ആയർകുലം തന്നില്ല. ആയർകുലം യാദവകുലം അമ്പാടിയിൽ എത്തിച്ചേർന്നു. ഇനിയാണ് നോക്കൂ. ആഴി നേർവർണ്ണന്റെ ചേവടി താരീണ പൂഴിയിൽ കാണായി പോകും നേരം തേരിൽ നിന്നേരം പാരിയിലിറങ്ങിട്ടു പാരാതെ കുമ്പിട്ടു കൂപ്പി നിന്നാൻ. അങ്ങനെ അമ്പാടിയിൽ എത്തിയപ്പോഴാണ് തേരിൽ ഇങ്ങനെ പോവുകയാണ്. തേരിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് മുന്നിൽ കുറെ കാൽപ്പാടുകൾ കണ്ടതാ. ആ കാൽപ്പാടുകളെല്ലാം കൃഷ്ണൻ്റെതാണെന്ന് അക്രൂരൻ അങ്ങ് ഉറപ്പിച്ചു. അത് കണ്ട മാത്രയിൽ തേരിൽ നിന്ന് വേഗം മണ്ണിലിറങ്ങിയിട്ട് ദൈവമേ ഭഗവാനേ എന്ന് കുമ്പിട്ട് കൂപ്പി നിന്നു. എന്നിട്ടും പോരാഞ്ഞിട്ട് എന്താ ചെയ്തേ?
ആഴം പൂണ്ടിരുന്ന ആമോദം തന്നെ പൂഴിയിൽ വീണു പുരണ്ടാൻ ചെമ്മേ. ആ കാൽപ്പാടുകൾ കണ്ട ഭൂമിയില് പൂഴിയില് മണ്ണിൽ ഉരുണ്ടു മറഞ്ഞ് ഭഗവാനേ എന്ന് വിളിച്ചുകൊണ്ട് മറയുകയാണ്. എന്താണ്? എന്ത് ഭക്തിയാണത്? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയോ? അങ്ങനെ ചെയ്യോ? എന്താണ്? തന്നെ മറന്നുള്ള ഭക്തി. അതാണ് ശരിക്കും ഭക്തി എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തൊക്കെ നിങ്ങളുടെ കുട്ടികളിൽ ആരെങ്കിലും ശബരിമലയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ ആ 18 പടി കയറുന്ന ആ മുഹൂർത്തം, ഭക്തിയുടെ അങ്ങേ തലയിലെത്തുന്ന ഒരു മുഹൂർത്തമുണ്ട്. അവിടെ തന്നെ മറന്നുകൊണ്ട് ഭക്തർ തോന്നിയതൊക്കെ വിളിക്കും. അയ്യപ്പനെ അയ്യപ്പാ, അച്ഛാ, അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് തീർത്തും വ്യത്യസ്തമായ തന്നെ മറന്നുള്ള ഒരു ആർപ്പും പ്രാർത്ഥനയും ഒക്കെ അതില് അല്ലേ? അതെന്തുകൊണ്ടാ? തന്നെ മറന്ന് സമർപ്പിക്കുക എന്നാണ് ഭക്തി. അങ്ങനെയായിരിക്കണം. തന്നെ മറന്ന് സമർപ്പിക്കുന്ന ഭക്തി മാത്രമേ ദൈവത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള. അപ്പൊ ഇവിടെ അക്രൂരൻ ചെയ്യുന്ന അത് തന്നെയാ. തന്നെ മറന്നുകൊണ്ട് ആ പൂഴിയിൽ വന്ന് തന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ആ പൂഴിയിലൊക്കെ മണ്ണ് കിടന്ന് ഇങ്ങനെ പെരണ്ട് ഉരുണ്ട് മറയുകയാണ്. അത്രമാത്രം വലിയ ഭക്തിയോടുകൂടി. അത്ര മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എഴുന്നേറ്റു ധന്യമായുള്ളൊരു നന്ദന്റെ മന്ദിരം തന്നെ കണ്ടാൻ. കാലി കറന്നുള്ളൊരൊച്ചയുണ്ടെങ്ങുമേ ബാലന്മാർ കോലുന്ന ലീലകളും. ഒന്നിനോടൊന്നു കലർന്നു കളിക്കുന്ന കന്നു കിടാങ്ങളും ഉണ്ടെങ്ങുമേ. ഇവിടെ നിന്ന് തൊട്ടാ നമ്മൾ നേരത്തെ കണ്ടില്ലേ, മണ്ടി എന്താണ് ആലം പൂണ്ടിയിടുന്ന സായമായുള്ളൊരു കാലം വരുന്നപ്പോൾ ആയർ കുലം തന്നെ ചെന്ന് പുക്കാൻ. അവിടെ വരെ ഉള്ള ഭാഗം മക്കൾ ഓർത്ത് വെക്കണം. അക്രൂരന്റെ ചിന്തകളാണ്. അക്രൂരൻ അമ്പാടിയിലേക്ക് പോകുന്ന അക്രൂരന്റെ ചിന്തകളാണ്. ഇനി അങ്ങോട്ട് അമ്പാടിയിലെത്തിയ അക്രൂരൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് മുഴുവൻ അക്രൂരൻ കണ്ട കാഴ്ചകളാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ചിന്തകളാണെങ്കിൽ ഇന്നത് ഇനി കാഴ്ചകളാണ്. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് നോക്കൂ നിങ്ങളാ. ദൂരെയുള്ള നന്ദന്റെ മന്ദിരം കണ്ടു, കൃഷ്ണന്റെ വീട് കണ്ടു. കാലി കറന്നുള്ള ഒച്ച, പശുവിനെ കറക്കുന്ന ശബ്ദം, ഒച്ചയുണ്ടെങ്ങുമേ ബാലന്മാർ കോലുന്ന ലീലകൾ, കുട്ടികൾ ഏർപ്പെട്ടിരിക്കുന്ന കളികൾ അല്ലെ? ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കളികളൊക്കെ കാണാം നമുക്ക്. ഒന്നിനോടൊന്ന് കലർന്ന് കളിക്കുന്ന കന്നുകിടാങ്ങളും അവണ്ണമേ. ഒന്നിനോടൊന്ന് കലർന്ന് കളിക്കുന്ന പശുക്കുട്ടികളും ആ രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. കാളകൾ തങ്ങളിൽ കുത്തിക്കുതിർന്നിട്ട് ധൂളി എഴുന്നുണ്ട് എങ്ങും. ധൂളി പൊടിയാണ്. കാളകൾ കൊമ്പുകൊണ്ട് ഇങ്ങനെ കുത്തി തിമിർത്തിട്ട് പൊടി പടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെയോ ധേനുക്കളെ ചെന്നു ചാലെ കറപ്പാനായി ചേണുറ്റ പാൽക്കുഴ ചേർത്തു കയ്യിൽ. ചാലെ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീലവിലോചനമാരുണ്ടെങ്ങും. എന്താണ്? ധേനുക്കളെ ചെന്ന് കറക്കാൻ, പശുക്കിടാങ്ങളെ ചെന്ന് കറക്കാനായിട്ട് ചേണുറ്റ പാൽക്കുഴ ഏറ്റവും നല്ല പാൽക്കുഴ പാൽപാത്രമാണ്. മനോഹരമായ പാൽപാത്രവുമായി ചാലെ മുറിക്കിന കാഞ്ചി അരഞ്ഞാണമാണ്. അമ്പാടി സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ മക്കളാ? ചിത്രം, ആ ചിത്രത്തിൽ കാണാം ശിരസിൽ മൂടിയിരിക്കുന്ന ഒരു ഷാള്. ആ ഷാളിന്റെ രണ്ടറ്റം കൊണ്ട് അവരുടെ ബ്ലൗസിന്റെ മുകൾ ഭാഗത്ത് പിൻ ചെയ്ത് വെക്കും. പിന്നെ അരയ്ക്ക് മുകളിൽ, ഡ്രസ്സിന് മുകളിലാണ് അവർ അരഞ്ഞാണം കിട്ടുക. അതാണ് അവരുടെ ഒരു അതാണ് ഇവിടെ ചാലെ മുറുക്കിന കാഞ്ചി, നന്നായി മുറുക്കിയ അരഞ്ഞാണവുമായിട്ടുള്ള നീലവിലോചനമാരുണ്ട്. വിലോചനം കണ്ണ അല്ലെ? അനുരാഗ വിലോചനനായി നോക്കിയിട്ടില്ലേ നിങ്ങള്? അതാണ് വിലോചനം, കണ്ണ. അപ്പൊ നീലവിലോചനം, നീലക്കണ്ണ്. എങ്ങനെ? കൃഷ്ണമണി, അമ്പാടി സ്ത്രീകളുടെ കണ്ണിന്റെ കൃഷ്ണമണി ആ ഭാഗം നീല കളറായിരിക്കുന്ന പറയാം. അതുകൊണ്ടാണ് അത് സുന്ദരികളാ, സുന്ദരിമാരുടെ ലക്ഷണ. ഇനി മക്കളൊന്ന് സൂപ്പർവൈറ്റ് എടുത്ത് കണ്ണു പാരല്ലേ സുന്ദരികളാവാൻ വേണ്ടിയിട്ട്. അത് ജന്മന അവരങ്ങനെയാ, അവരുടെ ജന്മന അങ്ങനെ തന്നെയാ കേട്ടോ. നീല എന്താ പറയാ, നീല നേത്രമുള്ളവർ സുന്ദരികളായിരിക്കുന്ന പറയാ. അങ്ങനെയുള്ള സുന്ദരിമാരും എവിടെയും കാണാനുണ്ട്. പിന്നെയോ ഗോക്കളെ പേർ ചൊല്ലി നീലെ വിളിക്കുകയും
പാൽക്കുഴ താ എന്നു ചൊല്ലുകയും. എന്താണ്? ഗോക്കളെ പേർ ചൊല്ലി വിളിക്കും. ഓരോ പശുക്കിടാങ്ങളും പശുവിനെയൊക്കെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി, നിങ്ങളുടെയൊക്കെ പശുവിന് ഓരോ പേരുണ്ടാകും. ഇന്ന് പശു എന്നല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ പെറ്റ് ഡോഗിനെയും ഒക്കെ വളർത്തുന്ന അവർക്കൊക്കെ പേരിടുകയും ചെയ്യും. ഇന്ന് മനുഷ്യന്റെ പേര് മൃഗങ്ങൾക്കും മൃഗങ്ങളുടെ പേര് മനുഷ്യനും ഇട്ട് ഒരു എന്താ പറയാ പേരിൽ ഒരു കൈമാറ്റ സമ്പ്രദായം നടത്തിയിട്ടുണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ. എന്നാ പറയുന്നത്, മനുഷ്യന്റെ പേരുകൾ മൃഗങ്ങൾക്കിട്ടും മൃഗങ്ങളുടെ പേരുകൾ മനുഷ്യർക്കിട്ടും ഒരു മാറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താവട്ടെ നമുക്ക്. അപ്പോൾ പശുക്കിടാങ്ങളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുകയും പിന്നെയോ പാൽക്കുഴ പാൽപാത്രം താ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുന്ദരിമാരുടെ വാക്കുകൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അക്രൂരം കേൾക്കുന്നുണ്ട്. ചേൽക്കണ്ണിമാർ സുന്ദരിമാരുടെ വാക്കുകൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇനി ചിലർ ചോദിക്കാണ്, എന്നൂടെ കണ്ണീനെ കണ്ടതില്ലെന്തോഴി നിന്നൂടെ വീട്ടിങ്കലുണ്ടോ കണ്ടു. എൻ്റെ പശുക്കിടാവിനെ കാണാനില്ല, നിന്റെ വീട്ടിലെങ്ങാനും ഉണ്ടോ? അതൊക്കെ നാട്ടുപുറത്ത് ചോദിക്കില്ലേ? നമ്മളൊക്കെ നാട്ടുപുറത്താണെങ്കിൽ അമ്മമാർ, നിങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല. ഞാനൊക്കെ വളർന്നത് ഇപ്പോൾ വളർന്നതല്ല, ഇപ്പോൾ ജീവിക്കുന്നതും ഒരു ചെറു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലൊക്കെ ആടുകളെയൊക്കെ മേയ്ക്കുന്ന അമ്മമാരുണ്ട്. ഈ അമ്മമാര് തങ്ങൾ വളർത്തുന്ന ആട്ടിൻകുട്ടികളെ കാണാഞ്ഞാൽ വിളിക്കുന്ന പേരുകളെ വിളിക്കുക. തുളസിയേ, എവിടെ പോയി തുളസിയേ എന്നാ ചോദിക്കുക. തുളസി അതിൻ്റെ പേരാ, പശുവിൻ്റെ പേരാ, അല്ലെങ്കിൽ ആടിൻ്റെ പേരാ. അങ്ങനെ അല്ല നന്ദിനി പിന്നെ കോമൺ ആയിട്ട് പണ്ട് മുതലേയുള്ള കോമൺ പേരുകളിലൊന്നാണ് അല്ലെ, പശുക്കിടാങ്ങൾക്ക് ഇടുന്ന കോമൺ പേരുകളിലൊന്നാണ് നന്ദിനി. അങ്ങനെയുള്ള പശുക്കിടാങ്ങൾക്ക് ഓരോ പേരിട്ട് വിളിക്കുകയും എന്നിട്ടാ എൻ്റെ പശുക്കിടാവ് അവിടെ ഇല്ല, നിന്റെ വീട്ടിലെങ്ങാനും ഉണ്ടോ തോഴി എന്നൊക്കെ പറയുന്ന നീലവിലോചനമാരെയും എവിടെയും കണ്ടു. ഇതാണ് ഈ പാഠഭാഗത്തിന്റെ ആശയം. എല്ലാവർക്കും ആശയം മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ?